Once Upon a Time Season 4 Stand Up for Girls മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ നിന്നും ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഷോ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. വിച്ച് ഇസ് എ വെരി ഗുഡ് ഡിസിഷൻ. കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കാൻ പാടില്ല, ചിരിക്കുവാനും പിശുക്ക് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് ചിരി നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം വൺസ് അഗൈൻ. ചിരിയുടെ നിറകുടങ്ങളായ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടെ ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. നമ്മുടെ ഷോയിലേക്ക് ഇന്നൊരു വളരെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു സീസൺ 4 വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സമ്മാനങ്ങൾ, ക്യാഷ് പ്രൈസുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പറക്കാട് ജുവൽസും പറക്കാട് നേച്ചർ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസും ആണ്. അപ്പോൾ പറക്കാട് ഗ്രൂപ്പിന്റെ സാരഥിയാണ് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി പ്രീതി പ്രകാശ് പറക്കാട്. പറക്കാട്ടാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ, എല്ലാ എപ്പിസോഡിലുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഒരു മത്സരത്തിന്റെ എൻഡിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുക എന്ന് പറയുന്നത് വലിയ മോട്ടിവേഷനാണ്, വലിയ സന്തോഷമാണ്. അപ്പൊ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൽ വളരെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. രമേശേട്ടാ, ഞാൻ എൻ്റെ ഒരു ഓർമ്മ, അതായത് ടെലിവിഷനിൽ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ ഈ ജുവലറി കേർട്ടസി അല്ലെങ്കിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന ടൈറ്റിൽസ് ഒരുപാട് വട്ടം പറക്കാട്, ഒരുപാട് വർഷം, ഏകദേശം 20 വർഷമായിട്ടുണ്ടായിരിക്കും, 20-25 വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് പറക്കാട് ജുവൽസ് എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷം, അന്ന് മുതലേ അറിയാലോ. അതെ അതെ അതെ, ഞാനും ഒരുപാട് ഇട്ടിട്ടുണ്ട്. ജ്വല്ലറി ഒരുപാട് ഇട്ടിട്ടുണ്ട്, കേർട്ടസി ആയിട്ടും അല്ലാതെയും ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൂടി വന്നിട്ടുണ്ട് അല്ലേ? അന്ന് ഞാൻ ട്രാവൽ ചെയ്യണ സമയത്ത് ഞാൻ കണ്ടിരുന്നു, അവിടെ കേറിയിരുന്നു, വിസിറ്റ് ചെയ്തിരുന്നു. ഭയങ്കര സന്തോഷം. പണ്ട് റോൾഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. അത് 2 രൂപ 3 രൂപ തൊട്ട് എല്ലാ പെട്ടിക്കടകളിൽ വരെ ഒരു സ്വർണ്ണമാലയുടെ ഒരു ചെറിയ കൂട്ടവും ചെറിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. റോൾഡ് ഗോൾഡ് അല്ല 1 ഗ്രാം ഗോൾഡ്. ഇന്നും ഈ വ്യത്യാസം അറിയാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പറക്കാട്ടിന്റെ 1 ഗ്രാം ഗോൾഡ് എന്ന് പറയുന്നത് സംതിങ് യുണീക്ക് ആണ്. അതായത് കോൺഫിഡൻസോട് കൂടി ഗോൾഡിന് പകരം ഒരു റിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ ഇപ്പോൾ ഇമിറ്റേഷനൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഇത് തിരിച്ചറിയോ അങ്ങനെയൊക്കെ തോന്നൂല. ഇത് അതിൻ്റെ ക്വാളിറ്റി, ഫിനിഷ് എല്ലാത്തിലും ഗോൾഡ് അല്ലെങ്കിൽ അതിലും ഒരല്പം ഒരു പടി ഉപയോഗിക്കുന്നത്. അതെ, പുറമേ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ആണ് ലെയർ ചെയ്യുന്നത്. മറ്റേ ഇമിറ്റേഷൻ പോലെയല്ല, കളർ പോവില്ല, അലർജി ഉണ്ടാക്കില്ല. അത് ഞാൻ പറയാൻ വരുമായിരുന്നു, അലർജി ഉണ്ടാവില്ല എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇങ്ങനെ ഒരു 1 ഗ്രാം ഗോൾഡ്, 1 ഗ്രാം കൊണ്ട് ആഭരണം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ആശയത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡ് പ്രകാശ് പറക്കാട്ടാണ് ആദ്യം ഈ ഒരു ആശയം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. പിന്നെ അതിൻ്റെ കമ്പനി ഫാക്ടറി ഒക്കെ ആയിട്ട് നമ്മൾ ഡിസൈനിങ്ങും പതുക്കെ ഞാൻ അതിലേക്ക് വന്നു, ഡിസൈനിങ്ങും ഒക്കെ തുടങ്ങി. പിന്നെ പതുക്കെ ബിസിനസ്സിൽ എൻ്ററായി. ഇപ്പം ജ്വല്ലറി ബിസിനസ് ഞാൻ ചെയ്യുന്നു. ഹസ്ബൻഡ് ശരിക്കും പാഷൻ റിസോർട്ടാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഒരു 100 റൂംസ് ഒക്കെ ഉള്ള പറക്കാട് നേച്ചർ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് മൂന്നാറിലല്ലേ. അപ്പം അങ്ങനെ ആളതിലും ഞാൻ ഈ ഫീൽഡും. അടിപൊളി. ശരിക്കും 1 ഗ്രാം ജുവലറിയിൽ 1 ഗ്രാം സ്വർണ്ണം ഉണ്ടായിരിക്കുമോ? അത് തുടക്കകാലത്തുള്ള ഈ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് എന്ന് പറയുന്ന അതിൽ ഒരു വളയിൽ അല്ലെ 2 വളയിൽ 1 ഗ്രാം, പിന്നെ ഒരു നെക്ലേസ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അതിലുണ്ടായിരുന്നുള്ളൂ. മേ ബി ചിലപ്പോൾ വലിയ വലിയ വിഗ്രഹങ്ങൾ വരെ ഉണ്ട് നമുക്ക്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 25 ഗ്രാം വരെ ചെയ്യുന്നുണ്ട്. 1 ഗ്രാം എന്ന് പറയുന്ന ആദ്യം തുടക്കത്തിൽ നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ ഇട്ട ഒരു പേരാണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ഓർണമെന്റ്. ഏതായാലും വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. ഇതൊക്കെ ഒറിജിനലാണോ? ഇതൊക്കെ പറക്കാട്ടിന്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ്.
ഞാൻ ആഭരണത്തിന്റെ കാര്യമല്ല ചോദിച്ചേ, ഈ സൗന്ദര്യം സൗന്ദര്യം അത് ഒറിജിനൽ. ഒറിജിനലാണ്. ഇത് ഒറിജിനല. അത് മേടിയും പറക്കാട്ടാണല്ലേ? അത് മെയ്ഡൻ പറക്കാട്ട്. ഇന്ന് ഈ വേദിയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ സുശീല ദേവി ആൻഡ് രാജമ്മ. വളരെ പണ്ട് ഈ സിനിമ മാഗസീനുകൾ ഇറങ്ങുമ്പം അവരെപ്പോഴും ഈ ഓണത്തിന് തീ പാറും, ഈ വിഷു പൊളിക്കും എന്നൊക്കെ പറയുന്നത് സൂപ്പർ താര ചിത്രങ്ങൾ ഒന്നിച്ച് റിലീസ് ചെയ്യുമ്പോഴാണ്. ഒരു സൂപ്പർ താരത്തിന്റെ മാത്രമാണെങ്കിൽ അങ്ങനെ പറയില്ല. ഇത് 2 സൂപ്പർ സ്റ്റാറുകളാണ് ഇന്ന് മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് തീ പാറും. ശരി, അപ്പോ രണ്ടുപേർക്കുമുള്ള ചോദ്യം. കഥ റെഡിയാണ്, അറിയാലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. താത്താ എന്നാ കഥ പറയാം. പടക്കങ്ങൾ എന്നും മണവാളന് ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ടാണ് അയാൾ പടക്ക കച്ചവടം നടത്താൻ ഹരികൃഷ്ണനെ ലക്ഷങ്ങൾ പലിശയ്ക്ക് നൽകിയത്. എന്നാൽ പടക്കക്കട പൊട്ടിത്തെറിച്ച് ആ പൈസയുടെ കാര്യം ഉദാഹുവ. എല്ലാം നഷ്ടപ്പെട്ട മണവാളൻ ഹരികൃഷ്ണൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം താമസമായി. താമസക്കാരെ ഒഴിപ്പിച്ച് തൻ്റെ വീട് വീണ്ടെടുക്കാൻ ഗോപാലകൃഷ്ണ പണിക്കർ നാട്ടിൽ നിന്നും എത്തുന്നു. തന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച സുഹൃത്തായ SI രാജേന്ദ്രൻ വാടകക്കാരിയായ പെൺകുട്ടിയുമായി പാർക്കിൽ പവിഴമല്ലി പൂത്തുലഞ്ഞു എന്ന പാട്ടും പാടി രസിക്കുകയായിരുന്നു. ഗോപാലകൃഷ്ണ പണിക്കരുടെ ശല്യം ഒഴിവാക്കാനായി നായിക തൻ്റെ അമ്മാവനും ബോംബെ അധോലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്ന ദാമോദർജിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കാറിൽ വന്നിറങ്ങുന്നത് പച്ചക്കുളം വാസുവാണ്. അതോടെ കാണികൾ കൂവി. എന്തിന് അയാൾക്ക് നേരെ ചീമുട്ട ഏറുവരെ ഉണ്ടായി. ഈ ബഹളത്തിനിടയിലേക്ക് ഓടിയെത്തുന്ന നായകൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ജോഷി ചതിച്ചാശാനേ. കിട്ടിയ 3 സിനിമ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു സിനിമയും കിട്ടിയില്ല. ആദ്യത്തെ സിനിമയിൽ ഇങ്ങനെ ഷെയ്ഖ് അബ്ദുള്ള അതൊക്കെയുണ്ട്. പടക്ക കച്ചവടക്കാരൻ ഇല്ല, മണവാളൻ, മണവാളൻ, ധർമ്മേന്ദ്ര, അടുത്തത് നമ്മുടെ ദാമോദർജി. അത് കഴിഞ്ഞിട്ടുള്ള പടം ദാമോദർജി. ദാമോദർജി എന്ന് കേട്ടാൽ ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ആദ്യത്തെ പടത്തിന്റെ ക്ലൂ തരട്ടെ, കൊടുക്കട്ടെ. ഇതിന് ഒരു വാലുണ്ട്, ഒരു കല്യാണമുണ്ട്. കല്യാണമുണ്ട്. വെരി. ഞാൻ അതിന്റെ മുമ്പിൽ ഒരു മൃഗമുണ്ട്. പുലിവാൽ കല്യാണം. രണ്ടാമത്തത് മാലാകമാര് സ്വർഗത്തിൽ നിന്ന് പാടി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താ സിനിമ പേര് പറഞ്ഞു കൊടുക്കുന്നു? മൂന്നാമത്തെ ആരാ പറയണ്ടേ തീരുമാനിക്കാൻ പോ. ദൈവത്തോർത്ത് സിനിമ പേര് പറയരുത്. മൂന്നാമത്തേത് ഒരു മമ്മൂട്ടിയുടെ സിനിമയാണ്. അവിടെ ഉദ്ഘാടനം നടത്താനായിട്ട് ഇങ്ങനെ മോഹൻലാൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ മോഹൻലാൽ വന്നില്ല. കോട്ടയം കുഞ്ഞച്ചൻ. അപ്പൊ ഒരെണ്ണം പുലിവാൽ കല്യാണവും പറഞ്ഞു, ഒരെണ്ണം കോട്ടയം കുഞ്ഞച്ചനും പറഞ്ഞു, ബാക്കിയുള്ളത് താത്തയും പറഞ്ഞു. താത്ത ഇനി ഇതിൽ ആര് പറയുന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ താത്തയുടെ ഉത്തരവാദിത്വം. ഞങ്ങളെ കൊണ്ട് കുഴപ്പത്തിച്ച് അടിച്ചു താത്ത. അതെ, ഞാൻ പിന്നെ ഒരു കടങ്കഥ ചോദിക്കേണ്ടി വരും. ഒരു കടങ്കഥ ചോദിക്കും. കുസൃതി ചോദ്യമാണ്. കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ആൾ. 3 ക്ലൂ തരും. കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ആൾ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ 3-ാമൻ. വാച്ചാണ്. അടുത്തെത്തി പറ. വാച്ചിൽ ആരൊക്കെയുണ്ടെന്ന് വാച്ചിലും മിനിറ്റ്, മണിക്കൂർ, സെക്കൻഡ്. ചോദ്യം എന്താണ്? വേഗത്തിൽ ഓടുന്നയാള് മിനിറ്റ് അല്ല സെക്കൻഡ്. അതെ, സെക്കൻഡ് സൂചി. ഏറ്റവും വേഗത്തിലോടും സെക്കൻഡ് എന്നാണ് അതിന്റെ പേര്. സെക്കൻഡ് സൂചിയാണ് നിൽക്കുന്നത്. ഇത് നോക്കുമ്പോൾ മണിക്കൂറും മിനിറ്റും കഴിഞ്ഞിട്ട് സെക്കൻഡിന് സ്ഥാനമുള്ളൂ. സ്ഥാനത്ത് 3-ാമൻ. ഈ ഒരു സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജയിച്ചിരിക്കുന്നത് രാജമ്മ ചേച്ചിയാണ്. അപ്പൊ രാജമ്മ ചേച്ചിയാണ് ആദ്യം പെർഫോം ചെയ്യുന്നത്. റെഡി അല്ലേ? ഓക്കെ. അതാണ്.
ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തണമല്ലോ. ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ തന്നെ ഓരോ സെക്കൻഡിനും ചെയ്യാൻ തന്നെ ആൾക്കാർ ഒന്നുമല്ല ടീച്ചർമാരായിരിക്കും, അല്ലെങ്കിൽ ടീച്ചർക്ക് HM ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും, എങ്ങനെ പത്മഭൂഷൺ വരെ കിട്ടിയവർ ഇവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാ, ഞാൻ എൻ്റെ വീട്ടിലെ HM റിട്ടയർമെൻ്റ് ആയിട്ടുമില്ല. എവിടെയെങ്കിലും വീഴണം എന്നാലേ റിട്ടയർമെൻ്റ് ആവുള്ളൂ. വീണിട്ടുമില്ല. അപ്പം എൻ്റെ പേര് രാജമ്മ കൃഷ്ണൻ, ചാലക്കുടിക്കപ്പുറം ചായപ്പൻകുഴിയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 സഹോദരന്മാരാണ് ഉള്ളത്. ആ 4 സഹോദരന്മാരിലുള്ളതിൽ ഒരു മൂന്നാമത്തെ ആൾ കുറച്ച് വികൃതി കൂടുതലാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയണത്. പുള്ളി 15 വയസ്സായിട്ടും പഠിക്കണത് 7ാം ക്ലാസ്സിലാണ്. പഠിത്തത്തിൽ ഭയങ്കര മുൻപോട്ടുള്ള ആളാണ് കേട്ടോ. ഞങ്ങളുടെ കാര്യം, ഞങ്ങളോടെല്ലാം പഠിക്കണ കാര്യം പറയുമ്പോൾ പുള്ളി ബഹുത്ത് മിടുക്കനാണ്. അങ്ങനെയായിരുന്നു. പുള്ളി പറഞ്ഞു ഓരോ ക്ലാസ്സിലും കുഞ്ഞു കുട്ടികൾ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഓ ഞാനെങ്ങും പഠിക്കുന്നില്ല ഇനി ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ പോരുവാന്നും പറഞ്ഞ് പുള്ളി ഒരു ദിവസം കട്ടയും പടം മുടക്കി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ടോ എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി പഠിക്കടാ എന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ടായില്ല. അവർ വിചാരിച്ചു ഒരെണ്ണം പഠിത്തം നിർത്തിയാൽ കുടുംബത്തെ കാര്യവും കൃഷിയാണ് ഞങ്ങൾക്ക്, അപ്പോൾ ആ കൃഷിയിലും ഒക്കെ സഹായിക്കാൻ ആളാകുമല്ലോ എന്നോർത്ത് അവരതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പുള്ളി അങ്ങനെ കൃഷിയിലും കുടുംബത്തും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് തോന്നി, അല്ല എനിക്കൊരു കുറച്ച് പൈസയ്ക്ക് എന്തെങ്കിലും ചിലവ് വന്നാൽ ഒരു വരുമാനം വേണ്ടേ. അതിന് പുള്ളി ഒരു കാര്യം ചെയ്തു. കുറച്ച് കോഴികളെ, അതായത് ഒരു 4 തപ്പിപ്പെറുക്കിയിട്ടാണ് ഒരു 5 കോഴികളെ മേടിച്ചുകൊണ്ട് വന്ന് ഞാനും എൻ്റെ നേരെ മൂത്തിയാളുമാണ് എപ്പോഴും കുടുംബത്തുള്ളത്. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അവരൊക്കെ കൃഷിയിടത്തിലായിരിക്കും. അപ്പോൾ ഈ കോഴിയെ മേടിച്ചുകൊണ്ട് ഇവിടെ വിട്ടു. ഇനി നിങ്ങൾ ഓർക്കണുണ്ടായിരിക്കും കുറുക്കൻ്റെ അടുത്താണ് കോഴിയെ വിട്ടാന്നല്ലേ. അങ്ങനെയൊന്നുമില്ല. കോഴി ഞങ്ങൾ നല്ലതായിട്ട് തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഈ കോഴികൾ കാലക്രമേണ പ്രായമായി കഴിയുമ്പം അവർ മുട്ടയിടുമല്ലോ. മുട്ടയിട്ടത് ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാലോ ഞങ്ങൾക്ക് നിസ്സാര ആദായങ്ങളൊക്കെ കിട്ടണതാ, ഞങ്ങളത് എടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു, പറയാണ്ടിരുന്നു. ഒരു ദിവസം ചേട്ടനെ ഇറയത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കോഴികളൊക്കെ മുട്ടയിടണമെന്ന് തോന്നുന്നല്ലോ, നോക്കിക്കേ കണ്ടോ അതുങ്ങളെ മുട്ടയിടുന്ന മട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓടാ കോഴി മുട്ടയിടുന്നുണ്ടോടാ എന്ന് ചോദിച്ചു അനിയനോട്. മുട്ടയിടണില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് ചോദിച്ചു, കോഴി മുട്ടയിടണുണ്ടോടി? ഞാനും പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും 2 തരത്തിൽ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആകെ കൺഫ്യൂഷനായി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് കൃഷിയിടത്തിൽ പോണില്ല, ഇന്ന് ഈ കോഴി മുട്ടയിടണുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച മുമ്പ് ഇത് തുടങ്ങിയതാ. ഞങ്ങളത് പറഞ്ഞില്ല. പക്ഷേ 2 ആഴ്ച കണ്ട് കഴിഞ്ഞെങ്കിൽ ഈ കോഴി തന്നെ പറഞ്ഞേനെ ഞാൻ മുട്ടയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. കോഴി തന്നെ പറഞ്ഞേനെ. കാര്യം എന്നതാ, മുട്ടയിടയിൽ കഴിയുമ്പം പടാറടങ്ങിയുള്ളൊരു ഇരിപ്പുണ്ടല്ലോ അവർക്ക്. അപ്പോൾ ഏത് കണ്ണുപൊട്ടനും ഏത് ചെവിട് കേൾക്കാൻ മേലാത്തവനും കോഴി പൊരുതിയിരിക്കണതാണെന്ന് മനസ്സിലാവും. അങ്ങനെ അത് കോഴി പറയണതിന് മുമ്പ് തന്നെ ഏതായാലും ചേട്ടൻ കണ്ടുപിടിച്ചു. ആ മുട്ട ഏതായാലും ഇന്ന് ഞങ്ങൾ മുട്ടയിടുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ പറഞ്ഞ് ഇറയത്തിരുന്നു പുള്ളി. അവിടെ ഇരുന്ന് ഉച്ചയാറായപ്പം കോഴികൾ മുട്ടയിട്ട് 3 എണ്ണം മുട്ടയിട്ടു. അപ്പം മുട്ടയെടുത്തോണ്ട് വന്നേച്ച് പറഞ്ഞു, അവ്വാ കോഴിയൊക്കെ മുട്ടയിടുന്നുണ്ടായിരുന്നു, കള്ളന്മാർ നിങ്ങളെടുത്ത് കഴിച്ചോണ്ടിരിക്കുക ഏതല്ലേ എന്നെ അറിയിക്കാതെ. ഇന്നിത് 3 മുട്ടയുണ്ട്, ഞാനിത് പുഴുങ്ങി തിന്നുമ്പം ഒരു കഷ്ണം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ലെന്ന് പറഞ്ഞു. ഓ ഞങ്ങളപ്പോൾ ആ മുട്ടയും കൊണ്ട് വന്നെ കണ്ടപ്പോൾ എന്തോ കളഞ്ഞു പോയി അണ്ണാനെ പോലെ ഞങ്ങൾ നോക്കി നിൽക്കുക. ഈ പുള്ളി മുട്ട വേഗം കൊണ്ടുവന്ന് അടുക്ക വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഈ സുന്ദരികളെല്ലാം കൂടെ തട്ടിപ്പറന്ന് അവർ ചെയ്തേക്കണ വലിയ സംഭവം കാഹളം മുഴക്കി അങ്ങോട്ട് എത്തി, മുറ്റത്തേക്ക് എത്തി. അവരുടെ പബ്ലിസിറ്റി അവർ നടത്തി. അപ്പോൾ ഈ പബ്ലിസിറ്റി എൻ്റെ അച്ഛന് മനസ്സിലായി. ഉടനെ അച്ഛൻ പറഞ്ഞു, അല്ല കോഴി മുട്ടയിട്ടുണ്ടാ, അതെടുത്തോണ്ട് പോയി വിറ്റിട്ട് വേഗം എനിക്ക് മുറുക്കാനും ബീഡിയും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞ ഈ സാധനം അടുപ്പയിലിരിക്കുക, കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ചിരുന്നപ്പം ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു, അല്ല ഇത് ഞങ്ങളിങ്ങനെ പറയാനുള്ള കാരണം എന്നാന്നറിയോ, ഞങ്ങൾ കാലിൽ നിന്നൊരു പെരുപ്പ് ഞങ്ങളുടെ തലമണ്ട വരെ വന്നു. അച്ഛനോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടി ഉറപ്പാണ്. അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മാരാർക്ക് ചെണ്ട കിട്ടിയ പോലെയാ, എടുത്തിട്ട് കൊട്ടു തുടങ്ങും. അതാണ് ഞങ്ങൾക്ക് ഈ കാലിൻ്റെ പെരുവിൽ നിന്ന് ഒരു പെരുപ്പ് തലവഴിക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി തീരുമാനം എടുത്തു, ഈ മുട്ട എന്ത് ചെയ്യണം, അല്ലെ വേറെ മുട്ട കൊടുക്കാനും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഈ മുട്ട വേഗം തണുപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് തുടച്ച് ഞങ്ങൾ കടയിലേക്ക് കൊണ്ടുപോയി.
കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ ചെല്ലുമ്പോൾ കടക്കാരനൊരു കാര്യമുണ്ട്. കടക്കാരനെ എന്നും എല്ലാ മുട്ടയെടുത്ത് കുടുക്കി നോക്കും കൊണ്ടുവന്നവരുടെ മുട്ടയൊക്കെ. ഇത്തിരി കുലുങ്ങാൻ പറയും, ഇത് വേണ്ട ഇത് വേണ്ട, ഇത് കൊണ്ടുക്കും ഇത് ഇവിടെ ഇരുന്നാൽ എന്നാ ചിലവാകണേന്ന് അറിയത്തില്ല, അതുകൊണ്ട് അത് കേടായി പോകും. അങ്ങനെ പലർക്കും തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന മുട്ട ഈ കടക്കാരൻ്റെ അടുത്ത് കുലുക്കി നോക്കി, ആഹാ ഒരു കുഴപ്പമില്ല, അതെടുത്ത് വെച്ചു. രണ്ടാമത്തെ മുട്ടയും കുലുക്കി നോക്കി, ആഹാ അതും ബെറ്റർ, അതും മാറ്റി വെച്ച്. മൂന്നാമത്തെ മുട്ട എടുത്ത് കുലുക്കിയിട്ട് പുള്ളി എടുത്ത് മുട്ട അങ്ങനെ ഒരു ഉണ്ട പോലെ ഒരു കൂടുണ്ട് ഇരുമ്പിൻ്റെ, ആ കൂട്ടിനകത്ത് വെച്ചു. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. പുള്ളി ഞങ്ങൾ മുറുക്കാനും മേടിച്ച് ബീഡിയും മേടിച്ച് മിഠായിയും മേടിച്ച് ഞങ്ങൾ ആഘോഷമായിട്ട് വീട്ടിലേക്ക് പോന്നു. ഒരു പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ കടയിലേക്ക് ചെല്ലുക. അപ്പം അവിടെ ഇരുന്ന് ജനലും കലുങ്കലും കടയുടെ അറിയത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, മാധവൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒന്നും മേടിക്കരുത്, ഞങ്ങളൊരു 3-4 മുട്ട മേടിച്ചുകൊണ്ട് പോയിട്ട് മുഴുവൻ ചീഞ്ഞതും പൊടുത്തതും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇതെങ്ങനെയോ വീട്ടിൽ വന്ന് പറഞ്ഞു, ആ മാധവൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒന്നും മേടിക്കരുതെന്ന് ആൾക്കാർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ തിരക്കിയപ്പോഴാണ് പറയണേ 4-5 മുട്ട ഒരാൾ മേടിച്ചുകൊണ്ട് പോയിട്ട് 3-4 മുട്ടയും ചീത്തയായിരുന്നു എന്ന്. ഓ, അപ്പം ഞങ്ങൾ മനസ്സിലോർത്ത്, ദൈവമേ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് ആ മാധവൻ ചേട്ടൻ ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാധവൻ ചേട്ടനെ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ള റോഡ് വഴിയെ വരിക. അപ്പം അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. ഓ അച്ഛനുണ്ട്. എടാ പരമേശ്വരാ ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചു. അച്ഛൻ ചോദിച്ചു, എന്തിയെ മാധവേട്ടാന്ന് വിളിച്ചു ചെന്നു. എടാ നിന്റെ വീട്ടിലെ കോഴിയൊക്കെ എന്നാടാ പുഴുങ്ങിയ മുട്ടയിട്ട് തുടങ്ങിയാന്ന് ചോദിച്ചു. മാധവൻ ചേട്ടൻ എങ്ങനെയോ ഞങ്ങളെ പിടുത്തം കിട്ടിയിട്ടാണല്ലോ അത് ചോദിക്കണേ. പിന്നത്തെ കാര്യം മാധവൻ ചേട്ടൻ അറിയാം. അത് കാരണം മാധവൻ ചേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അല്ലേ ഞങ്ങൾ വീണ്ടും ചണ്ടയായേനെ. അങ്ങനെ ഇരുന്നാണ്. അപ്പോൾ എൻ്റെ ചേട്ടന് പിന്നെ പറമ്പിലും ഞങ്ങളെയൊക്കെ ആയിട്ട് സംരക്ഷിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് പുള്ളിയുടെ കൂട്ടുകാരൻ പുതിയ സൈക്കിളൊക്കെ മേടിച്ചത്. ഞങ്ങളെ ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് വഴി ചുറ്റി ചോടിച്ചോണ്ട് നടന്നപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി, ഒന്ന് തൊട്ടെങ്കിലും നോക്കാൻ കൊതി തോന്നി. അവൻ പറഞ്ഞു, എടാ ഞാനൊന്ന് തൊട്ടേട്ടാ, എനിക്കൊന്ന് ഓടിക്കാൻ തരുവാടാന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, വേണ്ട ഒരു തെണ്ടിക്കും കൊടുക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്ത്, ഓ അവൻ്റെ അച്ഛനും തുടർന്നതല്ലേ, അപ്പം അവൻ്റെ അച്ഛനും തെണ്ടിയാണല്ലോ എന്ന് ഞങ്ങൾ ഓർത്ത് അങ്ങനെ നിന്നു. ഇവൻ ഓരോ ചുറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ചേട്ടൻ്റെ കണ്ണാതെ സൈക്കിളെ തന്നെയാണ് ഉറക്കം കോഴിയെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ഇവനൊരു 8-10 ചുറ്റി വന്നപ്പോഴും എന്ത് കണ്ടു, ഗൾഫിന് പോയിരിക്കുന്ന ഭർത്താവ് വന്ന വരവിന് നോക്കി വിറ്റിക്കുന്ന ഭാര്യയെ പോലെ ഇങ്ങനെ പുള്ളി അപ്പോഴും ഇരിപ്പുണ്ട്. അവസാനം അവനൊരു കനിവ് തോന്നി. എടാ ഞാൻ തരാം, നീ വേഗം ഒന്ന് ഓടിച്ചേച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പുള്ളിക്ക് സൈക്കിൾ കൊടുത്ത് ശരിയടാ എന്ന് പറഞ്ഞു. പുള്ളി ഈ സൈക്കിളും മേടിച്ചു ഒരൊറ്റ വീടിയിൽ. ഈ പുള്ളി ജനതാ എക്സ്പ്രസ് പോലെയാണെന്നുള്ളത് ആ കൊച്ചറിയണില്ല. ഒരൊറ്റ വീടിയിലങ്ങ് കിട്ടും. ഉച്ചയായി ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. ഈ കൊച്ച് ഭയങ്കര നൊരോളിയൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം അവൻ മേടിച്ചെടുത്തു. എന്നിട്ട് അവൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അവനെയും വലിച്ചോണ്ട് വന്നു. നിൻ്റെ മകനായി നിൻ്റെ സൈക്കിളും കൊണ്ട് പോയേക്കണേ, ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല, അവൻ എവിടെ കൊണ്ടുപോയി കളഞ്ഞെന്ന് അറിയത്തില്ല, കാരണം സൈക്കിളിൻ്റെ വില തരാതെ ഞങ്ങൾ പോകുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛനോട് വഴക്ക് കൂടി സൈക്കിളിൻ്റെ പൈസയും മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഓർക്കണമെന്നുണ്ട് ഈ പുള്ളി എങ്ങോട്ട് പോയി ഈ സൈക്കിളും കൊണ്ട്. സന്ധ്യയായി, ഒരു 7-7:30 മണി രാത്രിയായപ്പം സൈക്കിളിൻ്റെ 2 വീലും പൊക്കി പിടിച്ച് ആൻറ്റിലൊക്കെ തോളയിലും എടുത്ത് വെച്ച് ചെളിയൊക്കെ പറ്റി മുണ്ടുമൊക്കെ കുത്തിക്കീറി ഈ ഒരു ചുടലമാടനെ പോലെ കയറി വന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക, ആൾ എപ്പോൾ വരും എന്ന്. വന്നു കഴിഞ്ഞപ്പം ഈ സാധനമെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേ അച്ഛൻ പിടിച്ചപ്പോൾ പിന്നെ മാരാർക്ക് ചെണ്ട കിട്ടിയ പോലെ അടിയായി. തന്നെയെല്ലാം അടിച്ചടിച്ചടിച്ച് ചേട്ടൻ്റെ പുറത്ത് അച്ഛൻ ഇലഞ്ഞിത്തറ മേളം തന്നെ നടത്തി. അന്ന് രാത്രിക്ക് അച്ഛൻ ഉറങ്ങിയോ മകൻ ഉറങ്ങിയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നേരം വെളുത്തപ്പോൾ അച്ഛൻ്റെ പേഴ്സും ഇല്ല ചേട്ടനും ഇല്ല. അടിച്ചോണ്ട് പോയി. പേഴ്സിനകത്ത് അതിന് മാത്രം പൈസയൊന്നും ഇല്ലായിരുന്നു, നിസ്സാര തൊട്ടുകൾ. കാരണം ഉള്ള പൈസ സൈക്കിളിന് കൊടുത്ത് വിട്ടല്ല, നിസ്സാര പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി നാട് വിട്ടത് ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിലേക്കാണ്. അമ്മായിയുടെ വീട്ടിൽ ചെന്ന് 3 ദിവസം സുന്ദരമായിട്ട് താമസിച്ചു. അത് കഴിഞ്ഞ് പുള്ളി പയ്യെ വീട്ടിലേക്ക് തന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പുള്ളി പയ്യെ വീട്ടിലേക്ക് തന്നെ പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് പുള്ളി ഒരു കുട്ടിക്കാട്ടിൽ ഒളിച്ചിരുന്ന് നേരിട്ട് കയറി വരാൻ പേടിയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. ഒളിച്ചേ കണ്ടേ എന്ന് പറഞ്ഞ് ഈ പട്ടി ചെന്ന് മണം പിടിച്ചൊക്കെ കണ്ടുപിടിച്ച് ഈ പുള്ളിനെ നക്കാനും തോളെ കയറാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഈ പുള്ളിക്കൊരു ബുദ്ധി തോന്നി. ഒരു കാട്ടുവള്ളി ഇങ്ങനെ പറിച്ചെടുത്ത് ആ പേഴ്സ് എടുത്ത് അതേ കെട്ടിയിട്ട് പട്ടിയുടെ കഴുത്തെ കെട്ടി അങ്ങ് വിട്ടു.
പട്ടിയുടെ കഴുത്തെ കെട്ടിവിട്ടമ്മ പട്ടിയോടി വീട്ടിൽ വന്നു. ഒരു സന്ദേശവാഹകനായിട്ട് പുള്ളി ഓടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം പട്ടിയുടെ കഴുത്തെ ഈ പേഴ്സ് കിടക്കണം. അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഈ പുള്ളി എവിടെയോ വന്നിരിപ്പുണ്ടെന്നുള്ളത്. അപ്പം തന്നെ അച്ഛൻ ആ പേഴ്സ് ഇങ്ങനെ മേടിച്ചെടുത്തിട്ട് ഒരു കടലാസയിൽ ഒരു കുറിപ്പ് എഴുതി ആ വള്ളിയെ തന്നെ കെട്ടി പട്ടിയുടെ കൊടുത്തു, പട്ടിയുടെ കഴുത്തേക്ക് വിട്ടു. അതിലെഴുതിയിരിക്കുന്നത് എന്താ, പേടിക്കണ്ട കയറി പോരെന്ന് എഴുതി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പയ്യെ കയറി വന്നു. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെയൊക്കെ, അച്ഛനൊന്നും ചെയ്യാൻ പോയില്ല, ഞങ്ങളുടെ കൂടെയൊക്കെ ആയിട്ട് നല്ലോണം ജീവിച്ചുകൊണ്ടിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു കാര്യമുണ്ട്, ഒരു ചൂണ്ടയിടാൻ പോക്കുണ്ട്. പുള്ളി അങ്ങനെ ചൂണ്ടയിടാൻ പല പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം പുള്ളി ചൂണ്ടയിടാൻ പോകുക, അത് മസ്റ്റാണ്. അങ്ങനെ ചൂണ്ടയിടാൻ പോയിട്ടാ. ചൂണ്ടയിടാൻ പോണത് എവിടെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എവിടെയാ, കിഴക്കേ വീട്ടിലെ പാപ്പൻ ചേട്ടൻ്റെ അക്വേറിയത്തിലാണ് ചൂണ്ടയിടാൻ പോണത്. അക്വേറിയത്തിൽ ചൂണ്ടയിടാൻ പോയിട്ട് പക്ഷേ മീൻ കൊത്തിയില്ല. പക്ഷെ കൊത്തിയത് ഏതാ, പാപ്പൻ ചേട്ടൻ്റെ മോള് മേരിക്കുഞ്ഞ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് മേരിക്കുഞ്ഞിനെ കൊണ്ടുവരാതിരിക്കാൻ നിവൃത്തിയില്ല. വേഗം ഞങ്ങളുടെ അക്വേറിയത്തിൽ ഇടാവല്ലോ എന്നോർത്ത് ഞങ്ങൾ മേരിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ചേച്ചി ഓ രസമായിരുന്നു കേട്ടോ, സൂപ്പർ. ചേട്ടാ രാമ ചേച്ചി, എന്തോ സ്വന്തം വീട്ടിലെ എച്ചം ഹോം മേക്കിംഗ് എന്ന് പറയും. വളരെ നന്നായി തുടക്കത്തിൽ അത് പറഞ്ഞത്. രാജമ്മ ചേച്ചിയെ പോലെ ഒരാൾ വന്ന് എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ വീട്ടിലെ എച്ചമ്മാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പം രാജമ്മ ചേച്ചിക്ക് തമാശ കിട്ടാവുന്ന സ്ഥലങ്ങൾ, തമാശ പെറുക്കാവുന്ന സ്ഥലങ്ങൾ, സ്വന്തം ബാല്യം, അവിടെ നിന്ന് ചിലർ ചെറിയ കോഴിമുട്ട കൊണ്ടുപോയി പുഴുങ്ങിയ മുട്ട കൊടുക്കുക, സൈക്കിള് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത് ചവിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഇപ്പോൾ വലിയ ചിരി വരുന്നതും സന്തോഷമാകുന്നതുമൊക്കെ ചില നർമ്മങ്ങളെ പെറുത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വലിയ പിന്തുണ, ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ സ്ക്രിപ്റ്റ് എഴുതി തന്ന് പഠിപ്പിച്ച് പറയണം. അത് എത്രമാത്രം ഇതുപോലെ പറയാൻ പറ്റുന്ന അറിയില്ല എനിക്ക്. കാരണം ഈ പറയുന്നത് അനുഭവങ്ങളായതുകൊണ്ട് ഇതിനൊരു കഥ പറയുന്നതിൻ്റെ പ്രശ്നമില്ല, അനുഭവങ്ങളാണ്, നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ വലിയൊരു കഥ, അതിൻ്റെ ക്ലൈമാക്സ്, വീണ്ടും ഒരു വലിയ കഥ, അതിൻ്റെ ക്ലൈമാക്സ്, അങ്ങനെയാണ് രാജമ്മ ചേച്ചി ഇവിടെ അവതരിപ്പിച്ചത്. ആ പോയ വഴികളിലൊക്കെ കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുത്ത തമാശകളും കുറച്ച് നുണ വേണം അതിനകത്ത്. നുണ പറഞ്ഞ അവരെ അങ്ങനെ രാജമ്മ ചേച്ചി അതിൻ്റെ ഏറ്റവും ജെന്യുവിനായിട്ടൊരു തമാശ പറയണം. അതിനകത്ത് നുണകൾ ഭംഗിയായിട്ട് തുന്നി ചേർത്ത് നുണയും കാര്യങ്ങളും നമ്മൾ ഗ്രേവി എന്ന് പറയും, അതൊക്കെ ചേർത്ത് ഇതൊക്കെ തന്നെ അവതരിപ്പിക്കും. ഇതിലും ഭംഗിയാവും. ഇപ്പം മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, രാജമ്മ ചേച്ചിയുടെ ശ്രമം കൂടെ പരിഗണിക്കുമ്പോൾ എനിക്ക് പ്രകടനത്തിന് ഒരു കുറ്റവും പറയാൻ തോന്നുന്നില്ല. ഒരാൾ ശ്രമിക്കുന്നുണ്ടല്ലോ ഈ പ്രായത്തിലും വരണം, ചെയ്യണം, എനിക്ക് പോകണം എന്നുള്ളത്, അതൊരു വലിയ മാതൃകയാണ്. അത് പുതിയ ആളുകൾക്ക് പോലും മാതൃകയാണ്. 70 വയസ്സ് 70 വയസ്സിന് മുമ്പ് ഒരു പരിപാടിയിൽ പോയിട്ടുമില്ല, ഒന്നുമില്ല അല്ലേ, നേരെ ഇവിടെ വരുന്നു ചെയ്യുന്നു എന്ന് പറയാം. അതിനൊരു മെറിറ്റ് ഉണ്ട്. നമ്മളൊരു 72-73 വയസ്സാകുമ്പോഴത്തേക്കും മെയിൻ സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ട് മാറും. അപ്പൊ എനിക്ക് അത്രയൊക്കെ തോന്നിയുള്ളൂ, വേറെ ഒന്നും അങ്ങനെ പറയേണ്ടതായിട്ട് തോന്നില്ല. കുറച്ചുകൂടെ സഹായങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ രാമ ചേച്ചി. ഓക്കെ ചേച്ചി, വിഷു ഇവിടെ ഇരുന്നിട്ട് ഓരോ കഥകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സാജുചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഓരോ കഥകൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് ഓർത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ, ആ നിമിഷങ്ങളിലാണ് ഇവർ ഓരോ കഥകളും പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. എക്സ്പീരിയൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് മിണ്ടുമ്പോഴേക്കും ഓരോന്ന് പറയാൻ പറ്റണേ. എനിക്ക് അതേ പ്രതീതിയാണ് ചേച്ചിയുടെ അനുഭവങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തടയുമില്ലാതെ അങ്ങനെ ഫ്ലോ ആയിട്ട് എല്ലാവരും ഇങ്ങനെ, ഞാൻ കുട്ടികളെ നോക്കുമായിരുന്നു, എല്ലാവരും അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു കൊണ്ടാണ് ചേച്ചിയുടെ അനുഭവങ്ങളെ ഞങ്ങൾ എല്ലാവരും കേട്ടത്. അപ്പൊ ചേച്ചി അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞ് ഞങ്ങളെ രസിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നേരത്തെ വിഷു സജസ്റ്റ് ചെയ്തില്ലേ, കുറച്ചും കൂടിയും ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് നുണകളൊക്കെ പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് എവിടെയൊക്കെയോ മനസ്സിലായി, കുത്തി കയറ്റിയിട്ടുണ്ടെന്നും മനസ്സിലായി. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു പൊലിമ വരുത്തി ഇനിയും ഈ വേദിയിൽ വരാൻ ഞങ്ങൾ ചേച്ചിനെ കാണാൻ കാത്തിരിക്കുകയാണ്. ശരി, നമുക്കിനി അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. ബൈ സുശീല ദേവി. നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി, മെയ്ഡ് ഇൻ കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പോയപ്പോഴത്തേന് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞു, എന്തിനാ ടീച്ചറെ ഇങ്ങനെ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ പുനലൂർ എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, പുനലൂരും കൊട്ടാരക്കരയും ഞങ്ങൾ കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയാം.
അതുപോലെ തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോ പറയാൻ അറിയാത്ത ഒരു ശശിധരൻ നായരുടെ പെങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെ നോ എന്ന് മാത്രം പറയാൻ അറിയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടാണ്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ചിരി എനിക്ക് ഇഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സത്യത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ അമൃത ടി വി തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ പുതിയൊരു ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം തുടങ്ങി ലേഡീസിനെ എല്ലാം അവരുടെ BP-യും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കുറച്ച് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് വന്നതിന് ഈ അമൃത ടി വിയിലെ പ്രവർത്തിക്കുന്ന സകലമാന അണിയറ ശില്പികൾക്കും നന്ദിയുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ അമ്മാവനെ കുറിച്ചാണ്. എല്ലാവർക്കും അമ്മാവനുണ്ടല്ലോ. താത്തയ്ക്ക് 2 അമ്മാവൻ വരില്ലയോ? പിന്നെ 2 ഒരു ഡസൻ. അത് ഞാൻ അറിഞ്ഞില്ല. രചനയ്ക്കും ഉണ്ടല്ലോ 3. അയ്യോ, മാഷിനും ഉണ്ടല്ലോ 1. ഒന്നേ ഉള്ളൂ. ഇതെന്റെ അമ്മാവനാണ്, എൻ്റെ മാത്രം അമ്മാവനാണ്, എൻ്റെ സ്വന്തം അമ്മാവനാണ്. മെയ്ഡ് ഇൻ കൊല്ലം. എൻ്റെ അമ്മാവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേൾക്കാനായിട്ടുള്ള എന്തോ ഒരു ലതില്ലയോ, ഒരു ക്യൂരിയോസിറ്റി. എല്ലാവരും അങ്ങ് സൈലൻസ് ആയല്ലോ. ക്യൂരിയോസിറ്റി ഉണ്ടാ, ബാക്കി പറഞ്ഞോ. എന്ന് ഈ അമ്മാവനുണ്ടല്ലോ, വെറും പാവം ഈ അമ്മാവൻ. പക്ഷേ ഈ പുല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഇന്നും നാളെയും തീരില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മാവൻ. അമ്മാവന്റെ ലീലാവിലാസങ്ങൾ കാരണം മരുമക്കളും നാട്ടുകാരും ആകപ്പാടെ എവിടെ പോണോന്നറിയാതെ ഇങ്ങനെ തിരിഞ്ഞടക്കുകയാണ്. തേച്ചിട്ടും തേക്കപ്പെട്ടിട്ടും അമ്മാവൻ അനുസൃതം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് മരുമക്കളുടെ ജീവിതം പൊട്ടത്തേങ്ങ പുതിച്ച പോലെ ആയിരിക്കുകയാണ്. ഇനി അമ്മാവന്റെ തേക്കലും തേക്കപ്പെടലും എന്ന് പറഞ്ഞാൽ, സുഹാസിനി പോയാൽ അമ്മാവന് വിലാസിനിയുണ്ട്, മറിയ പോയാൽ അമ്മാവനും മായയുണ്ട്, ഗൗരിക്കുട്ടി പോയാൽ പാറക്കുട്ടിയെ കയറി പിടിക്കും, സുധ പോയാൽ സുശീലയും, ലത പോയാൽ ഗീതയും, ഉഷ പോയാൽ ഇന്ദിരയുമായിരുന്നു അമ്മാവന്റെ ലീലാവിലാസങ്ങൾ. ഈ അനുസൃതം മുന്നോട്ട് നീങ്ങുന്ന അമ്മാവനെ കണ്ട് ഈ നാട്ടുകാരും മരുമക്കളും എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇയാളെ ഇനി എന്തോ ചെയ്യണം. അതായത് ഇവരെല്ലാം അങ്ങോട്ട് ഈ മരുമക്കൾ നടക്കുന്ന പാതയിലൊക്കെ നോക്കുമ്പോഴത്തേന് ആരുണ്ട്? ഈ അമ്മാവനുണ്ട്. ഒരു AI ക്യാമറ പോലെ. അമ്മാവന്റെ ഈ AI ക്യാമറ എവിടെങ്കിലും കൊണ്ടുവന്നങ്ങ് സ്ഥാപിക്കാം. പക്ഷെ മരുമക്കൾക്ക് അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് മരുമക്കൾ ഇങ്ങനെ ഇയാളെ ഓർത്ത് ഇതൊരു തലവേദനയാണെന്നല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ്. അമ്മാവന്റെ 2ാമത്തെ മകനുണ്ടല്ലേ, പക്ഷേ അമ്മാവന്റെ തനിക്കുണം തന്നെയാണ്. ഇനി അമ്മാവന്റെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. എല്ലാ മനുഷ്യർക്കും 4 കാലം ഉണ്ടല്ലോ, ഇല്ല? എല്ലാവർക്കും 4 കാലം ഉണ്ടല്ലോ. ബാല്യം, കൗമാരം, യൗവനം ആൻഡ് വാർദ്ധക്യം. ഈ അമ്മാവനും ഉണ്ടായിരുന്നു 4 എണ്ണം. പക്ഷേ ഈ അങ്ങേർക്ക് ഒന്ന് കൂടുതലായിരുന്നു. ഈ അമ്മാവന്റെ ആദ്യത്തെ 4 എണ്ണം പറയാം. അതായത് നമുക്ക് അവസാനം വരുന്ന വാർദ്ധക്യം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇങ്ങേർക്ക് ആദ്യമാ തുടങ്ങിയത്. അമ്മാവന്റെ ബാല്യം പിറന്നു വീണത് തന്നെ 40ാമത്തെ വയസ്സിലാണ്. അമ്മാവന്റെ കൗമാരം മൊട്ടിട്ടത് 50ാമത്തെ വയസ്സിലും. അമ്മാവന്റെ യൗവനം തളിരിട്ടത് 60ാമത്തെ വയസ്സിലും. 70ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവന്റെ നിറയൗവനം കവിഞ്ഞൊഴുകി. നിറയൗവനം കവിഞ്ഞൊഴുകുന്ന ഈ അമ്മാവനെ എവിടെ ഒന്ന് തളയ്ക്കണമെന്ന് മരുമക്കളും നാട്ടുകാരും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അങ്ങനെ അവർ അതിൻ്റെ പണിപ്പുരയിലാണ്. അന്നേരം നമുക്ക് അമ്മാവൻ്റെ ആദ്യത്തെ കാലഘട്ടം എന്തോ നോക്കാം. അതായത് എല്ലാവർക്കും വരുന്ന അവസാന ഇതുണ്ടല്ലോ, വാർദ്ധക്യം. അമ്മാവൻ ആദ്യമാണ് തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ജനിക്കുമ്പോൾ നമ്മൾ ചാതനാവുക അല്ലെങ്കിൽ ചാതയാവുക എന്നൊക്കെ പറയാറില്ലയോ? ഈ അമ്മാവൻ വായും കീറി പിളർന്നു വന്നത് വാർദ്ധക്യത്തിലേക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ കയറി വന്നപ്പോഴേ ചൊറി, ചിരങ്ങ്, കരപ്പൻ ഈ 3 എണ്ണമായിട്ടാണ് കയറി വന്നത്. ഇത് 3ഉം ഒരു ഫാമിലിയിലെ മെമ്പേഴ്സാണ് അല്ലേ? ഫാമിലി മെമ്പേഴ്സാണ്. ഇതിൽ കരപ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഇച്ചിരി അഹങ്കാരിയാണ്. വന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു അടയാളം ഇട്ടിട്ടേ പോത്തോളൂ. ഇങ്ങനെയുള്ള ഈ 3 സൂത്രങ്ങളും കയറി വന്നത് കൂടാതെ മേമ്പടിയായിട്ട് അമ്മാവന് വേറൊരു സൂത്രം കൂടെ കയറി വന്നു. അതാണ് ഏത്? വില്ലൻ ചുമ.
വില്ലൻ ചുമയും ഈ ചൊറി ചെരങ്ങ് കരപ്പനെല്ലാം കൂടെ കൂടിയിട്ട് അമ്മാവനെ കണ്ടാൽ ഏത് രൂപത്തിലാണെന്ന് സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും തിരിച്ചറിയാനൊക്കത്തില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ മരുന്ന് കൊടുത്തതിന്റെ ഫലമായിട്ടാണോ എന്തുവാന്ന് അറിയത്തില്ല, ഇങ്ങനെ 39 വയസ്സ് വരെ എന്തിലായിരുന്നു? വാർദ്ധക്യത്തിൽ തന്നെ ആയിരുന്നു. അതാണ് 40ാമത്തെ വയസ്സിൽ എന്തായി മാറിയത്? അയാൾക്ക് ബാല്യം പിറന്നു വീണത്. ഈ നാട്ടുകാരുടെ കുറ്റം പറച്ചിലിന്റെ ഇടയിൽ നിന്ന് അമ്മാവനൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി. നാട്ടുകാരുടെ ഓരോ തെറിയും അമ്മാവന്റെ ജീവിതത്തിലെ ഓരോ ഗോൾഡ് മെഡലായിരുന്നു. ഈ ഗോൾഡ് മെഡൽ എല്ലാം കൂടെ കൂട്ടിവെച്ച് അയാളുടെ വീട് തന്നെ അങ്ങ് നിറഞ്ഞുപോയി. ഈ അമ്മാവനെ ഒന്ന് ഒതുക്കണമല്ലോ എന്ന് ആര് തീരുമാനിച്ചു? നാട്ടുകാരും മക്കളും തീരുമാനിച്ചു. നാട്ടുകാരും മരുമക്കളാണേ മക്കളുടെ. പിന്നെ വേറെ കാര്യമുണ്ട്, അമ്മാവനെ തനിക്കണമായിട്ടുള്ള 2ാമത്തെ മകനെ അമ്മാവൻ കാനഡയിലേക്ക് പറഞ്ഞയച്ചായിരുന്നു. അതും പറഞ്ഞില്ല കേട്ടോ. കാനഡയിലേക്ക് പറഞ്ഞയച്ചിട്ട് അമ്മാവൻ നാട്ടുകാരോടായി പറഞ്ഞു, ഇവൻ ഇവിടെ നിന്നിട്ട് എന്നാ ഉണ്ടാക്കാനാണെന്ന്. മകൻ പോയപ്പോൾ ആശ്വാസമായി അമ്മാവന്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മാവനെ ഒന്ന് ഒതുക്കണമെന്ന് വിചാരിച്ച് മരുമക്കളും നാട്ടുകാരും കൂടെ ഒരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റിൽ നല്ലൊരു പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അതിലെന്താണ്, പുരുഷാങ്കരന്മാരുടെ താലപ്പൊലി എടുക്കുന്ന ഒരു അമ്പലം. എന്നിട്ട് അമ്മാവനോടായി മരുമക്കൾ പറഞ്ഞു, അമ്മാവൻ കഴിഞ്ഞ ജന്മം ചെയ്ത പാവവും ഈ ജന്മം ചെയ്ത പാവവും ഇനി വരാൻ പോകുന്ന ജന്മം ചെയ്ത പാവവും കൂടെ മാറാൻ വേണ്ടി അമ്മാവൻ ഒരു കാര്യം ചെയ്യ്, ഒരു ശാങ്കനയുടെ ഒരു തലപ്പൊലി എടുക്കാൻ പറഞ്ഞു. അമ്മാവന് വളരെ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് കയറിപ്പോകാനായിട്ട് അമ്മാവന് എന്തോ ഒരു അഭിവാഞ്ച ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മാവൻ അത് സമ്മതിച്ചു. താലപ്പൊലിയുടെ അന്ന് അമ്മാവനെ ഒരുക്കാനായിട്ട് പ്രത്യേക മേക്കപ്പ് മാനൊക്കെ വന്നു. അമ്മാവനെ ഒരു സുരസുന്ദരിയായിട്ട് അങ്ങോട്ട് ഒരുക്കി അങ്ങ് നിർത്തി. ആയിരക്കണക്കിന് യുവസുന്ദരിമാരുടെ ഇടയിലൂടെ പാഞ്ഞു പോകുമ്പോൾ അമ്മാവനുണ്ടാകുന്ന ഒരു ലതുണ്ടല്ലോ, ഏതാ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കത്തില്ലായിരുന്നു. 100 കണക്കിന് സുരസുന്ദരിമാരുടെ കളി ചിരിക്കടെ വിങ്ങി വിയർത്ത് എൻ്റെ അമ്മാവൻ ഒരു ഈ അമ്പാറ്റയായി മാറി. എന്നാലും എൻ്റെ അമ്മാവോ, പിന്നെ എൻ്റെ അമ്മാവനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ആരാണ് എൻ്റെ പുറകിലെന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ പടക്കശാലയിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ കമ്പിപ്പൂത്തിരി, മത്താപ്പൂ, തറയിലെഴയുന്ന പാമ്പ്, ഇതിനെയൊക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അമ്മാവന്റെ അമ്മാവനെ കാണാനല്ല, മിസ്സിങ് അമ്മാവൻ. ഈ മിസ്സിങ് അമ്മാവനെ കുറിച്ചുള്ള ഒരു കാര്യം, അതായത് എന്തുകൊണ്ടാണ് മിസ്സിങ് അമ്മാവനായെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ മരുമക്കളെ എടുത്തൊന്ന് കുടഞ്ഞാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷെ ആരും അതിനകത്തൊന്നും പോകാൻ പാടില്ല. ഈ അമ്മാവൻ പോയത് തന്നെ ഏറ്റവും നല്ല കാര്യമെന്നും പറഞ്ഞിരിക്കുക ആര്? നാട്ടുകാർ. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മാവനെ കൊണ്ടുവന്നത്. എന്നാലും എൻ്റെ അമ്മാവോ പറയട്ടെ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ഏത് വണ്ടിയാ? ഒരു കിയോ എന്ന് പറയുന്ന വണ്ടിയിൽ എൻ്റെ അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മാവിയാണെങ്കിലോ, അയ്യോ ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്തു പറ്റി എന്നോർത്ത് അമ്മാവി വാവിട്ട് കരഞ്ഞു. കോമ സ്റ്റേജിലായ എൻ്റെ അമ്മാവനെ ഒരു കട്ടിലോട്ട് അങ്ങോട്ട് കിടത്തി. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ അമ്മാവി ഇരുന്നു. ഇന്ത്യയുടെ മാപ്പിന്റെ കീഴില് ഏതാണ്ട് പോലെ ഒരു ചേന പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ ശ്രീലങ്ക, അതുപോലായി എൻ്റെ അമ്മാവി. എന്നിട്ട് അമ്മാവി എന്ത് ചെയ്യുന്നു? അമ്മാവൻ ഉണരുന്നില്ല. അമ്മാവൻ കോമ സ്റ്റേജിലാണല്ലോ. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ അമ്മാവി 7-8 വട്ടുകുളികൾ ഈ അമ്മാവന്റെ വായിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടെ കോരി ഒഴിച്ചു, അടച്ചു പിടിച്ചു. കൈ കൊണ്ടാണ് അടച്ചു പിടിച്ചിട്ട് ഇറങ്ങി പോകാതിരിക്കുകയോ ചെയ്തിട്ട് അമ്മാവന്റെ ബോധം തെളിഞ്ഞോ ഇല്ലയോ? തെളിഞ്ഞില്ല. അന്നേരം ഒരു അമ്മാവൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി. ഉണരുണരൂ ഉണ്ണിപ്പൂവേ. അയ്യോ, എന്നിട്ടും അമ്മാവൻ ഉണരുന്നില്ല. അപ്പുറത്താണ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാൽപരമാറ്റം കേട്ടോ. മരുമകന്റെ ആണ്. ആ ഉണ്ണിപ്പൂവ് ഇനി ഉണരില്ല അമ്മാവേ, ഉണരില്ല. എന്തെടാ ലക്ഷ്മണ നീ പറയുന്നത്? നിന്റെ അമ്മാവനല്ലേടാ കിടക്കുന്നത്? ഉണ്ണിപ്പൂ ഉണരില്ലെന്നോ?
എന്തോ പറ്റിയടാ? ആ ഉണ്ണിപ്പൂ അമ്മാവന് ആരോ സഡേഷൻ അടിച്ചിട്ടമ്മാവി, സഡേഷൻ. അമ്മാവിക്ക് ഈ സഡേഷൻ എന്ന വാക്കൊന്നും അറിയത്തില്ല. അമ്മാവി മലയാളം മീഡിയാണേ. അമ്മാവി ചോദിച്ചു, സതീശൻ എന്തിനാടാ അമ്മാവനെ അടിച്ചത്? ഈ പരട്ടക്കളവയ്ക്ക് ഒരു കുന്തോ മനസ്സിലാവത്തില്ലല്ലോ എന്നും പറഞ്ഞ് മരുമകൻ അമ്മാവൻ്റെ അടുത്തോട്ട് വന്നു. കോമാ സ്റ്റേജിൽ കിടക്കുന്ന അമ്മാവൻ മരുമകനെ അങ്ങോട്ട് നോക്കിയിട്ട് ആത്മകഥമെന്നോണം പറയാം, അയാൾക്ക് ചുണ്ടനക്കാൻ ഒത്തില്ല. എന്നാലും എൻ്റെ മരുമോനെ, നീയൊക്കെ കൂടി എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോടാ, ഹേമദ്രോഹി, ബ്ലഡി റാസ്കൽ, ബ്ലഡി ഇഡിയറ്റ് ഇന്റർനാഷണൽ. നീയും ഒരു നാൾ അമ്മാവനാവൂടാ. അന്ന് ഏതെങ്കിലും മരുമോൻ ഇതുപോലെ നിന്നെ ആക്കി തീർക്കുമടാ എന്ന് അമ്മാവൻ അങ്ങ് പറഞ്ഞു. പുറത്തോട്ട് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം അമ്മാവിൽ അത് കൊടുത്തല്ലോ, ഏത് പട്ടുകുളികൾ വായിലോട്ട് ഇട്ട് കൊടുത്തല്ലോ, വെള്ളം ഒഴിച്ചല്ലോ, അടച്ചു പിടിച്ചല്ലോ. അതിൻ്റെ റിയാക്ഷനാണോ അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമാണോന്നും അറിയത്തില്ല. അമ്മാവന് ബോധം തെളിഞ്ഞു. അമ്മാവന് ബോധം തെളിഞ്ഞിട്ട് അമ്മാവൻ ആദ്യമായിട്ട് ദൈവത്തിനോടാണ് പ്രാർത്ഥിച്ചത്, എന്നാലും എൻ്റെ ദൈവമേ, എനിക്ക് എന്തിൻ്റെ കേടാണ്? മാനവും പോയി, വൈറലുമായല്ലോ. ഒരിക്കൽ പോലും എൻ്റെ ദൈവമേ ഞാൻ വയസ്സായി എന്നുള്ളൊരു തോന്നല് നീ തോന്നിച്ചായിരുന്നോടാ? ഇല്ലല്ലോ. നാട്ടുകാരെയും മറ്റുള്ളവരെയും പുച്ഛത്തോടെ നോക്കുന്ന എൻ്റെ ഈ അവിഞ്ഞ സ്വഭാവം നീ ഒന്ന് മാറ്റിത്തരയണമേ. അടുത്ത അപേക്ഷയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു, ഈ മരുമക്കളെയും നാട്ടുകാരെയും ഈ ചൊറിയുന്ന സ്വഭാവം എന്നിൽ നിന്ന് നീ മാറ്റണമേ. ദൈവം കേട്ടോ എന്നറിയത്തില്ല. പിന്നെ അമ്മാവൻ്റെ കുണം വെച്ചുകൊണ്ട് ദൈവം ഇച്ചിരി കഴിഞ്ഞേ കേൾക്കത്തുള്ളൂ, പെട്ടെന്നൊന്നും കേൾക്കത്തില്ല. അയാൾ അങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെയായിരിക്കും ദൈവം വിചാരിക്കുന്നത്. പക്ഷേ അമ്മാവൻ എഴുന്നേറ്റു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെൻ്റെ അമ്മാവനാണ്, എൻ്റെ മാത്രം അമ്മാവനാണ്, എൻ്റെ സ്വന്തം അമ്മാവനാണ്, മെയ്ഡ് ഇൻ കൊല്ലം. പിന്നെ അമ്മാവൻ്റെ കാര്യം എന്താണെന്നും എനിക്കറിയത്തില്ല. ക്യാ ഹുവാ തേരാ വാഹ. സുശീല ചേച്ചി, എന്ത് എനർജി ആയിരുന്നു ശരിക്കും. ഒരു ജനനായിക ഇങ്ങനെ നിന്ന് അല്ലെ ആവേശത്തോട് പ്രസംഗിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ആ ഒരു എനർജി ആയിരുന്നു മൊത്തത്തില് തുടക്കം മുതൽ ലാസ്റ്റ് വരെ. നല്ല രസമുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു. രമേശ് ചേട്ടാ എന്തു പറയണം? ഞാനെന്തെങ്കിലും പറഞ്ഞ കുഴപ്പമുണ്ടോ? എല്ലാം ഉണ്ട്, പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും ഒക്കെയാണ്. രസമുണ്ട്. എൻ്റെ അമ്മാവനാണ് ഈ സലിമേട്ടൻ ഹ്യൂമർ ചെയ്യുമ്പം പലപ്പോഴും ഈ ആദ്യകാലങ്ങളിലെ ഒരു നാടക ശൈലി എടുക്കും സലീം കുമാറേട്ടൻ. അത് ചെറുതായിട്ട് യാദൃശ്യമായിട്ട് സുശീലാമ്മയ്ക്കും ഉണ്ട്. അത് കായൊക്കെ ഖായാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പറയുന്നിടത്ത് ഇപ്പൊ ഉണ്ട്, അതായത് ഉണ്ട്. അമ്മാവനെ കണ്ടു, അവിടെ ഒരു കാൽപെരുമാറ്റം. സലീം കുമാർ ചേക്കിലെ മയിൽക്കുറ്റികളുടെ ഗഥ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കായാകുന്നതൊക്കെ അത്തരത്തിലൊരു ടെക്നിക്കാണ്. അത് ചിലർ ബോധപൂർവം ചെയ്യും, ചിലർ അറിയാതെ ചെയ്യും. അത് ഒരു ടെക്നിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കായും ഒക്കെ നല്ലതായിരുന്നു, ശൈലികൾ നല്ലതായിരുന്നു. പലതും എങ്ങനെയൊക്കെയോ പറഞ്ഞതിനെ തമാശയാക്കി ആ അമ്മാവനെ കൊണ്ട് പോയിട്ട് ആ അമ്മാവനെ പിടിച്ച് അരച്ച് ജ്യൂസ് എടുത്ത് പേസ്റ്റ് ആക്കി അയാളുടെ ചാറെടുത്ത് കൊണ്ട് കിടത്തിയിരിക്കുകയാണ് നിങ്ങൾ. ഗംഭീരമായിരുന്നു. കുറെ നല്ല നല്ല നർമ്മങ്ങളുണ്ടായിരുന്നു. സുശീല ചേച്ചി വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. നേരത്തെ ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ വളരെ ആ ലത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ അതെല്ലാം ഓർത്തു. ആ ലത് ഓർത്തു. ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു സജഷൻ പറയാം. നമ്മൾ ഒരു സംഭവം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ബിഗിനിങ്, ഒരു കഥ അതിൻ്റെ ഇടയിലുണ്ടാവും, അതിനൊരു എൻഡ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ. നമ്മൾ ബിഗിനിങ്ങിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കരുത് എന്നുള്ളൊരു ഹംബിൾ സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഇൻട്രൊഡക്ഷൻ കുറച്ച് കൂടി പോയോ, അമ്മാവനിലേക്ക് നമ്മൾ വരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തു പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അതൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് ഒന്ന് മൊത്തത്തിൽ ഇതിനെ ഒന്ന് വെട്ടിച്ചുരുക്കി ക്രിസ്പാക്കി പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉഷാറാവുമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് തീ പാറുന്ന പെർഫോമൻസുകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഓഫ് രാജമ്മ ചേച്ചി ആൻഡ് സുശീല ചേച്ചി. ഇനി ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ? അതോടൊപ്പം ഇവർക്ക് ലഭിക്കുന്ന മാർക്സും എത്രയാണെന്നറിയാം. രമേശ് ചേട്ടാ. സുശീല ദേവി 50-ൽ
46. 46. ആ എന്റെ വകയും 50-ൽ 46. യെസ്, അപ്പോൾ ടോട്ടൽ ലഭിക്കുന്നു 92. 100-ൽ 92 മാർക്ക്. ആൻഡ് ഇവിടെ രാജമ്മ ചേച്ചി. രാജമ്മ ചേച്ചി 50-ൽ 44. 44. രാജമ്മ ചേച്ചിക്ക് എന്റെ വക 45 മാർക്ക്. യെസ്, അപ്പോൾ ടോട്ടൽ 89. 89 ഔട്ട് ഓഫ് 100. കൺഗ്രാറ്റുലേഷൻസ്. ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ സുശീല ദേവിയാണ്. അതോടൊപ്പം ചേച്ചി ഗോൾഡൻ എൻട്രി, അതായത് അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഓഡിഷൻ ഇല്ലാണ്ട് വന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരവും. യെസ്, വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർ പറക്കാട് ജുവൽസിന് പറക്കാട് നേച്ചർ റിസോർട്ട്സ് നൽകുന്ന സമ്മാനം ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദിസ് പ്രൗഡ് സ്പോൺസർ ടു ഡു ദി ഓണർ. ചേച്ചി പ്ലീസ്. മാഡത്തിനോടൊപ്പം രമേശ് ഏട്ടൻ, രചന. തയ്യാറാക്കിയിട്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ ഇതോടുകൂടി ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ മറ്റൊരു വൈബ്രന്റ് എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും വീണ്ടും കാണാം. Until then, bye bye.